വൈക്കത്ത് ബി.ജെ.പി. നേതൃത്വത്തിൽ വെള്ളൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ബി.ജെ.പി. പ്രവർത്തകനും കെ.പി.എം.എസ് ശാഖാ സെക്രട്ടറിയുമായ അറയ്ക്കൽ അജയ് ഘോഷിനെ ആക്രമിച്ച കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. ബി.ജെ.പി. പ്രവർത്തകനും കെ.പി.എം.എസ് ശാഖാ സെക്രട്ടറിയുമായ അറയ്ക്കൽ അജയ് ഘോഷിനെ ആക്രമിച്ച കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് ബി.ജെ.പി. വെള്ളൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. സംഭവത്തിൽ വധശ്രമം, പട്ടികജാതി പീഡന വകുപ്പ് പ്രകാരം കേസെടുത്ത വെള്ളൂർ പോലീസ് അന്വേഷണം വൈക്കം ഡിവൈഎസ്പിക്ക് കൈമാറി. എന്നാൽ അജയ് ഘോഷിന്റെ മൊഴിയനുസരിച്ച് പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടവരിൽ ചിലരെ ഒഴിവാക്കാൻ വെള്ളൂർ സ്റ്റേഷനിലെ ചില പോലീസ് ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തുന്നുവെന്നാരോപിച്ചായിരുന്നു സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. പ്രതിഷേധ പരിപാടി ബി.ജെ.പി. സംസ്ഥാന സമിതി അംഗം പി.ജി. ബിജുകുമാർ ഉദ്ഘാടനം ചെയ്തു. തലയോലപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റ് സുമേഷ് കൊല്ലേരി, വെള്ളൂർ ഏരിയ പ്രസിഡന്റ് വിജയകുമാർ പുലരി, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് കെ.എൻ. വാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ അനധികൃതമായിട്ട് മണ്ണെടുപ്പ് നടത്തി ഇവിടെ നിങ്ങൾ അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ബി.ജെ.പി. അങ്ങ് മൂക്കിക്കയറ്റി കളയാമെന്നുള്ള നിന്റെയൊക്കെ ധാരണയെ ബി.ജെ.പി. നെഞ്ചുറപ്പോടെ ചങ്കുറപ്പോടെ ഈ വെള്ളൂരിന്റെ മണ്ണിൽ നേരിടുമെന്നാണ് ഞങ്ങൾ അറിയിക്കാനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്, ഈ സംഘപരിവാർ പ്രവർത്തകർ, ബി.ജെ.പി. പ്രവർത്തകർ ക്ഷമയുടെ നെല്ലിപ്പലക വരെ ഞങ്ങൾ സഹിക്കും. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് കടന്നു കയറിയാൽ ഒരു സംശയവും വേണ്ട, തീറ്റടിച്ചിരിക്കും ഠാക്കൂറെ എന്ന് ഈ അവസരത്തിൽ ബി.ജെ.പിയുടെ ഒരു പ്രവർത്തകന്റെ നേരെ മണ്ണ് തുള്ളിയിടാൻ ഇവിടുത്തെ CPM-ന്റെ തെമ്മാടികളെ നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. വന്നു കഴിഞ്ഞാൽ സംഘപരിവാർ എന്താണെന്നും ബി.ജെ.പി. എന്താണെന്നും നിങ്ങൾ അറിയേണ്ടി വരും. അത് നിങ്ങൾ ഓർമ്മയിൽ വെക്കുന്നത് നല്ലതാണ്. ശരീരനായ കലാഭവൻ മണിയുണ്ടല്ലോ, ആ കലാഭവൻ മണിയുടെ വില്ലൻ റോഡുകളെ പോലെ ഒരു ബുള്ളറ്റിലേക്ക് വരിക, ബുള്ളറ്റിന്റെ ഹാൻഡിലിന് മുകളിലൂടെ കാലെടുത്തു വെച്ച് അജയ് ഘോഷിന്റെ വാഹനം ചവിട്ടിമറിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവനാണ് CPM-ന്റെ ലോക്കൽ സെക്രട്ടറി. അവനാണ് ഒരു പ്രതി, അവനെയാണ് വിശുദ്ധനാക്കണമെന്ന് വെള്ളൂരിലെ പോലീസ് പറയുന്നത്. മറ്റൊരുത്തൻ വെള്ളൂര് ചങ്ങമത എന്ന് പറയുന്ന ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഒരു വീട്ടമ്മയെ മാരകമായി മർദ്ദിച്ച് അവരുടെ കർണപുടം അടിച്ചു പൊട്ടിച്ച ഒരുത്തൻ, അവനെതിരെ വെള്ളൂരിലെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് അവനാണ് ഈ കേസിലെ മറ്റൊരു പ്രതി. അവൻ ഞങ്ങളുടെ പാർട്ടി ഓഫീസ് ആക്രമിച്ച കേസിലും ഡോക്ടറെ ആക്രമിച്ച കേസിലും പ്രതിയാണ്. പിന്നെ ഒരുത്തനോ ഇവിടെ KPPL എന്ന് പറയുന്ന വി രാജീവിന്റെ സ്വന്തം സ്ഥാപനമുണ്ടല്ലോ, ആ സ്ഥാപനത്തിലെ റോ മെറ്റീരിയൽ തട്ടി മോഷ്ടിച്ച കേസില് അവന്റെ വാഹനം ഒരാഴ്ചയോളം ഈ പോലീസ് സ്റ്റേഷനിൽ കിടന്നു. കഴിഞ്ഞ 22-ാം തീയതി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകനായ ശ്രീമാൻ അജയ് ഘോഷിനെ വെള്ളൂർ കവലയിൽ വെച്ച് 25ഓളം CPM ഗുണ്ടകൾ ചേർന്ന് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനെ തുടർന്ന് അക്രമത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അജയ് ഘോഷിനെ വെള്ളൂരിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചത് വെള്ളൂരിലെ പോലീസാണ്. കാരണം മറ്റുള്ള നാട്ടുകാർക്ക് അവിടെ എത്താൻ ഭയന്ന് മാറി നിന്നപ്പോൾ പോലീസ് വന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് വൈക്കം താലൂക്ക് ആശുപത്രിയിലും അദ്ദേഹം ചികിത്സ തേടിയിരുന്നു. പക്ഷേ പോലീസ് വകുപ്പുകളിട്ട് കേസെടുത്തു. കഠിനദേഹോപദ്രവം, വധശ്രമം, അതേപോലെ പട്ടികജാതി അട്രോസിറ്റി ആക്ട് ഒക്കെ ഇട്ട് കേസെടുത്തു. ആ കേസെടുത്ത പ്രതികളെ ഒന്നും അറസ്റ്റ് ചെയ്യാൻ നാളിതുവരെയായി വെള്ളൂരിലെയും വൈക്കത്തെ ഡിവൈഎസ്പിയുടെയും നേതൃത്വത്തിലുള്ള പോലീസ് തയ്യാറായിട്ടില്ല. പകരം പ്രതികൾക്ക് ജാമ്യമെടുക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് തന്നെ അജയ് ഘോഷ്, അക്രമത്തിന് വിധേയനായ അജയ് ഘോഷിനെ പോലീസ് പലതരത്തിലുള്ള പീഡിപ്പിക്കലും ഹരാസ്മെന്റും നടത്തിക്കൊണ്ടിരിക്കുന്നു. അജയ് ഘോഷിനെതിരെ CPM-കാർ കൊടുത്ത കേസിൽ ജാമ്യമില്ലാത്ത വകുപ്പിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുമെന്നൊക്കെ ഉള്ള ഭീഷണിയാണ് വെള്ളൂരിലെ പോലീസിൽ നിന്ന് ഉണ്ടാകുന്നത്.